ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേ സെയിം ടേസ്റ്റിലുള്ള ഒരു വനില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവരും ചോദിക്കുന്ന സംശയമാണ്, നമ്മൾ ഉണ്ടാക്കുന്ന കേക്ക് എന്താ ബേക്കറിയിലെ കേക്ക് പോലെ ആവാത്തതെന്ന്. അതിനൊക്കെയുള്ളൊരു മറുപടിയാണ് ഈ കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും ഒരു നോഫെയിൽ റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. മുട്ടയുടെ മണമൊന്നും ഇല്ലാത്ത ബേക്കറിയിൽ അതേപോലെ ടേസ്റ്റ് വരുന്ന ഒരു വനില കേക്കാണിത്. നമുക്കിത് എല്ലാ കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വനില കേക്കാണ്. അപ്പോൾ കേക്ക് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ എഗ്ഗിൻ്റെ വൈറ്റും യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ മഞ്ഞ ഒരിക്കലും മുട്ടയുടെ വെള്ളയിലേക്ക് കുറച്ച് പോലും വീഴരുത്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ മുട്ടയുടെ വെള്ള പതപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞക്കരും അതിലേക്ക് വീണ് കഴിഞ്ഞാൽ അത് പൊങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഈ റെസിപ്പിയിൽ ടോട്ടൽ 4 മുട്ട ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ 3 കാണിക്കുന്നുള്ളൂ, ബാക്കി ഞാൻ വഴിയെ കാണിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ യോക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂണോളം വിനീഗറാണ്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങാനീരും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് ഹൈ സ്പീഡിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പതപ്പിച്ചെടുക്കാം. മുട്ടയുടെ വെള്ളമൊക്കെ നന്നായി പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായി നമ്മൾ ഇതിലോട്ട് 1/4 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. ആദ്യം കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 പാർട്ടായിട്ടാണ് ചേർക്കുന്നത്. 1/2 കപ്പേ നമ്മൾ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ 1/4 കപ്പ് ഇവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ 1/4 കപ്പ് പഞ്ചസാര നമ്മളിവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇവിടെ വെള്ളം നമ്മൾ നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഒരു 5 മുതൽ 7 മിനിറ്റ് വരെ നമുക്കിങ്ങനെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഫ്ലഫി ആയിട്ട് നമുക്കിത് കിട്ടണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മുട്ടയുടെ വെള്ള അടിച്ചെടുക്കാൻ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇതിൽ നന്നായിട്ട് അലിഞ്ഞു പോയിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാര ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നോർമൽ വൈറ്റ് ഷുഗർ തന്നെ ചേർത്താൽ മതിയാകും. ഇനി നമ്മൾ നേരത്തെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ച മുട്ടയുടെ യോക്ക് എടുക്കാം. ഇനി അതിലോട്ട് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിതിലേക്ക് 4 മുട്ടയാണ് ചേർക്കുന്നതെന്ന്. അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു മുട്ട മുഴുവനായിട്ടും നമ്മളിതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുകയാണ്. അതുപോലെ നമ്മൾ നേരത്തെ 1/4 കപ്പ് പഞ്ചസാര കാണിച്ചിട്ട് നമ്മൾ 1/2 കപ്പേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ബാക്കി 1/4 കപ്പ് നമ്മൾ മാറ്റി വെച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് 1 ടീസ്പൂണോളം വാനില എസൻസ് ആണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നേരത്തെ മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തെടുത്ത പോലെ തന്നെ നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞയും ഒന്ന് ഫ്ലഫി ആയി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായി നമ്മളിവിടെ ചേർക്കുന്നത് 1/4 ടീസ്പൂണോളം ഉപ്പാണ്. നമ്മുടെ കേക്കിൻ്റെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉപ്പ് ചേർക്കുന്നത്. ഉപ്പൊന്ന് മിക്സായി വരുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അടുത്തതായി നമ്മൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി അടുത്തതായി നമ്മൾ ഇതിലേക്ക് 1 കപ്പോളം മൈദാമാവാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ml ഒരു കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇതൊരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. ഞാനിവിടെ പകുതിയാണ് നമ്മുടെ ഇപ്പോൾ മിക്സ് ചെയ്ത് വെച്ച ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊരു സ്പൂണോ സ്പാറ്റുലോ വെച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ബാക്കി വന്നിട്ടുള്ള മൈദമാവ് കൂടി നമുക്കിതിലേക്ക് അരിച്ചിട്ട് കൊടുക്കാം. അതും നേരത്തെ പോലെ തന്നെ സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പാറ്റുല കൊണ്ടോ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മളിതിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. അടുത്തതായി നമ്മൾ ഈ ബാറ്ററിലോട്ട് 1 ടേബിൾ സ്പൂണോളം ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. അധികം ബീറ്റ് ചെയ്യേണ്ട, ഒരു 2 സെക്കൻഡോളം നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള എഗ് വൈറ്റിൻ്റെ മിക്സ്ചറിലേക്ക് നമുക്കൊരു 3-4 പാർട്ടായിട്ട് നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് യോക്കിൻ്റെ മിക്സ്ചർ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തതിന് ശേഷം നമ്മൾ ഒരു സ്പാറ്റുല വെച്ചിട്ട് പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ഇവിടെ എഗ് വൈറ്റിൻ്റെ മിക്സ്ചർ വല്ലാണ്ട് താഴ്ന്നു പോവും. അപ്പോൾ നമ്മൾ കേക്ക് അധികം ഫ്ലഫി ആയിട്ട് വരില്ല. അപ്പോൾ നമ്മളിത് പാർട്ടായിട്ട് വേണം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുത്തത് സ്പീഡിൽ കാണിക്കുന്നത്. ഞാനിവിടെ വളരെ പതുക്കെയാണ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ പതിയെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സ്പീഡിൽ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഈ ബാറ്റർ പൊങ്ങി വരില്ല, അത് താഴ്ന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബാറ്റർ താഴ്ന്നു പോയാൽ നമ്മളെ കേക്ക് നമ്മൾ വിചാരിച്ച പോലെ ഫ്ലഫി ആയിട്ട് വരില്ല. അതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണേ. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ചേർക്കുന്ന ബാറ്റർ ഇതുമായിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ആവുകയും ചെയ്യും. ഇത് താഴ്ന്നു പോകത്തുമില്ല. അതുകൊണ്ടാണ് കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പോൾ നമ്മുടെ വെനില കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കേക്ക് ടീനിൻ്റെ സൈഡിലും താഴെയും ബട്ടർ പേപ്പർ ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതാണ്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ടീന് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഓവന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലേക്ക് ഇതുപോലെ ഒരു തട്ടോ അല്ലെങ്കിൽ മൂടിയോ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത് വെച്ചാൽ അതൊന്ന് ഇറക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ കേക്ക് ടീനിന് ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ കുക്കറാണ് ഉള്ളതെങ്കിൽ അതും ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഓവൻ ഉണ്ട്, പക്ഷേ എല്ലാവരുടെ കയ്യിലും ഓവൻ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലുള്ളൊരു മെത്തേഡ് ഞാനിവിടെ കാണിക്കുന്നത്. ഇനി നമ്മൾ ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി നിങ്ങൾ അവനിലാണ് കേക്ക് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റോളം പ്രീ ഹീറ്റ് ചെയ്യുക. ഇനി നിങ്ങൾ അവൻ ഇല്ലാത്തവരാണെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് ഏത് പാത്രമാണെങ്കിലും അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു 10 മിനിറ്റെങ്കിലും പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നെ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. നിങ്ങൾ ഇറക്കി വെക്കുമ്പോൾ കൈ പൊള്ളാതെ ശ്രദ്ധിക്കണേ. നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 40 മുതൽ 50 മിനിറ്റ് വരെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. കേക്കൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ക്യൂവർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഞാൻ നേരത്തെ ഒന്ന് തുറന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഒന്ന് കുത്തി നോക്കിയപ്പോൾ ഇത് ബേക്കായിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കൊരു 45 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് ബേക്കായി കിട്ടാൻ. ഇനി നമുക്കിതൊരു സ്ക്യൂവർ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഉള്ളൊക്കെ നന്നായിട്ട് ബേക്കായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. സ്ക്യൂവറൊക്കെ ഇവിടെ നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി എന്നാണ്. കേക്ക് ടീന് നമുക്ക് ഇറക്കി വെക്കാം. ഇതുപോലൊരു നൈഫ് വെച്ചിട്ട് നമുക്ക് സൈഡ്സൊക്കെ ഒന്ന് വിടുവിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കേക്ക് ടീനിൽ നിന്ന് അൺമോൾഡ് ചെയ്തെടുക്കാം. നമ്മൾ സൈഡ്സിലൊക്കെ ബട്ടർ പേപ്പർ വെച്ചതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കേക്ക് ഇതുപോലെ അൺമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കേക്കിൻ്റെ സൈഡ്സിലൊക്കെ ഉള്ള ബട്ടർ പേപ്പർ മാറ്റി കൊടുക്കാം. കണ്ടില്ലേ എത്ര പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായിട്ട് വന്നിട്ടുള്ളത്. നല്ല വൈറ്റ് സ്പഞ്ച് കേക്കായിട്ട് നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ്, വളരെ സ്പഞ്ചിയാണ്. കണ്ടോ, നമ്മൾ ഞെക്കിയാലും അമർത്തിയാലും ഒക്കെ അതേ സൈസിൽ തന്നെ വരുന്നത്. അത് അത്രയും സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയതുകൊണ്ടാണ്. അതുപോലെ തന്നെ നല്ല ഹൈറ്റിലുമാണ് നമുക്ക് ഈ കേക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് 1 kg കേക്കൊക്കെ ചെയ്യാൻ ഇത് തന്നെ മതിയാവും. നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരു റെസിപ്പി ഫോളോ ചെയ്തിട്ടാണ് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ല ഹൈറ്റിൽ തന്നെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും.
ഇനി ഈ കേക്കിൻ്റെ ഉൾവശം ഞാനൊന്ന് സ്ലൈസ് ചെയ്ത് കാണിച്ചു തരാം. ഞാനിവിടെ കേക്ക് സ്ലൈസർ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നത്. കേക്ക് ഇവിടെ നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 4 സ്ലൈസായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കേക്ക് നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്കിതുപോലെ 4 സ്ലൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കേക്ക് ചെയ്തെടുക്കുമ്പോൾ ഹൈറ്റ് കിട്ടുന്നില്ല എന്നുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഫോളോ ചെയ്യുക. നല്ല ഹൈറ്റിൽ തന്നെ നിങ്ങൾക്ക് കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതും മുട്ടയുടെ സ്മെല്ലോ ടേസ്റ്റോ ഒന്നും ഇല്ലാതെ തന്നെ ബേക്കറിയിൽ അതേ സെയിം ടേസ്റ്റിൽ തന്നെ നമുക്ക് വനില കേക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്കും ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വനില കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.